പറപ്പൂക്കര മുത്രത്തിക്കരയിൽ മകൻ അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഭവശേഷം മകൻ വീടിന് മുകളിൽ വാതിലടച്ചിരിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കയ്യിൽ മാരകായുധങ്ങളുമായാണ് ഇയാൾ വീടിനുള്ളിൽ കയറിയിരിക്കുന്നത്. മുത്രത്തിക്കര മേക്കാടൻ രവിക്കാണ് വെട്ടേറ്റത്. തലയ്ക്കും കഴുത്തിലും വെട്ടേറ്റ രവിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പുതുക്കാട് നിന്ന് സരീഷ് ചേരുന്നുണ്ട്. സരീഷ്, മകൻ എത്ര പ്രായമുണ്ട്? അദ്ദേഹം പ്രായപൂർത്തിയായ ആളാണോ? പരിക്കേറ്റ അച്ഛന്റെ നില എങ്ങനെയുണ്ട്? ഫിജി, ഇന്ന് ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ ഇവിടെ മുത്രത്തിക്കരയിൽ ഒരു വാടകയ്ക്ക് താമസിക്കുകയാണ്. 5 ദിവസത്തിലേറെ വാടകയ്ക്കാണ് ഇവർ താമസിക്കുന്നത്. ഇവർ ഈ വിഷ്ണുവും അതുപോലെ തന്നെ ഈ രവിയുടെ ഭാര്യ ലതിക എന്നിവർ 3 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ 45 ദിവസമായി ഈ അച്ഛനും അമ്മയും ഈ വീട്ടിലില്ലായിരുന്നു. ഈ വിഷ്ണു മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നത്. ആള് പുറത്തേക്കൊന്നും ഇറങ്ങിയതായി ആളുകൾ കാണുന്നില്ല. കാരണം ഈ 45 ദിവസം ആള് വീട് വാതിലടച്ച് ഉള്ളിലിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ചെറിയ തരത്തിലുള്ള പൂജകളും അങ്ങനെയുള്ള ക്രിയകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് അവിടെ വീടുണ്ടായിരുന്നത് എന്ന് ഇപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സംഭവം നടക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. ഇവരുടെ 45 ദിവസത്തിന് ശേഷം ഈ അച്ഛനും അമ്മയും ഈ വീട്ടിലേക്ക് ഇവർക്കൊരു ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീട് ലഭിച്ചിട്ടുണ്ട്. ആ വീടിന് വേണ്ടിയിട്ട് ആധാരം ഈ വീട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെടുക്കാനായിട്ട് വന്നപ്പോൾ ഇവൻ വാതിൽ തുറന്ന് വിഷ്ണു, ഇവരുടെ മകൻ വിഷ്ണു വാതിൽ തുറന്ന് ഇവർ അകത്ത് കയറുകയും ഇവരുടെ കൂടെ ഇവരുടെ ബന്ധുവായ ഒരു യുവാവും ഉണ്ടായിരുന്നു. ആളൊപ്പമാണ് ഇവർ 3 പേര് ചേർന്ന് വീടിനകത്തേക്ക് കയറിയപ്പോൾ ആധാരം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് തർക്കമാണ് ഈ സംഭവത്തിലേക്ക് എത്തിയത്. ഇത് ആധാരം ഇവൻ ഈ വിഷ്ണു കിണറ്റിൽ എറിഞ്ഞു എന്ന് പറയുകയും അപ്പോൾ ഈ സംഭവം കേട്ട ഈ രവി, ഇവരുടെ അച്ഛൻ രവി അത് ക്ഷുഭിതനാവുകയും ചെയ്തതോടെ കൈ അടുത്തുണ്ടായിരുന്ന ഒരു വാളെടുത്ത് കഴുത്തിലും അതുപോലെ തന്നെ തലയിലും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ വാള് വെട്ടുന്നത് കണ്ട് ഈ അമ്മ ലതിക ഇത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മയും കെട്ടാൻ ശ്രമിച്ചപ്പോഴും ഈ കൂടെ ഉണ്ടായിരുന്ന യുവാവ് തട്ടിമാറ്റിയ കാരണം അമ്മ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. തുടർന്ന് ഇവർ 2 പേരും പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. ഓടിയ ശേഷം ആശുപത്രിയിലേക്ക് അതുപോലെ തന്നെ പോലീസിനെ പുതുക്കാട് പോലീസ് വിവരം അറിയിക്കുകയും പോലീസ് ആംബുലൻസ് ഒപ്പം എത്തിയാണ് ഈ പരിക്കേറ്റ ആളെ നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ച് തലയ്ക്കും അതുപോലെ തന്നെ കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിലാണ്, മെഡിക്കൽ കോളേജിലാണ് ആളുള്ളത്. ഇപ്പോ അതീവ ഗുരുതരം തന്നെയാണെന്നാണ് ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇയാൾ ഒരു 45 ദിവസമായി വീടിനകത്ത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതാണ് പറയുന്നത്. കാരണം ഒരു മാനസിക പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സംഭവശേഷം ഇയാൾ വാതിലടച്ച ഒരു പഴയ വീടാണ്. ആ വീടിന്റെ തട്ടുമുകളിലുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ ആള് വാതിലടച്ചിരിക്കുന്നത്. ഈ സംഭവശേഷം ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും എല്ലാവരും എത്തി ആളോട് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആള് പുറത്തിറങ്ങാൻ സാധിക്കില്ല. കാരണം ആള് ഇറങ്ങില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇരിക്കുകയാണ്. ഈ വാതിലടക്കം പൊളിച്ചും പോലീസ് ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമാവുകയായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ആള് ഒരു ആയോധന കല പ്രാബല്യമുള്ള ഒരാളാണ്. ആളുടെ കയ്യിൽ വാളും അതുപോലെ തന്നെ മാരകായുധങ്ങൾ കൈവശമുണ്ട്. അതൊക്കെ ആയോധന കലകൾ ചെയ്യുന്നത് പോലെ തന്നെ പോലീസ് കണ്ടതാണ്. ഈ സമയത്ത് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് കാണുന്നതാണ്. ആൾ അത് കറക്കുന്ന രീതിയിലും ഒക്കെ കാണുമ്പോൾ പോലീസിനും ഒരു ആളുടെ അടുത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ആള് ആത്മഹത്യാ ഭീഷണി മുഴക്കം കൈ മുറിക്കും എന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് പറയുന്നുണ്ട്. എത്ര നേരം ഇപ്പൊ 3 മണിക്കൂർ ഏകദേശം തിരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അയാളെ പുറത്താക്കാനോ ഇറക്കാനോ പോലീസിനോ ഫയർഫോഴ്സിനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ പോലീസ് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. മറ്റുള്ള വാതിൽ വേറെ ഈ നിലയിലുള്ള വാതിൽ ബാക്കിയുള്ള ജനലുകൾ വഴി അത് പോലീസ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത്തരത്തിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പുതുക്കാട് എസ്എച്ച്ഒ ആദംഖാന്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസും അതുപോലെ തന്നെ പുതുക്കാട് ഫയർഫോഴ്സും ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നന്ദി സരീഷ്, വിവരങ്ങൾ നൽകിയതിന്. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ മകൻ അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന്റെ ഭാഗമായുള്ള സംഭവവികാസങ്ങളാണ് സരീഷ് നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തത്. 45 ദിവസമായിട്ട് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് ഒറ്റയ്ക്കിരുന്ന മകൻ പിന്നീട് ഒരു സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ മകൻ ഇപ്പോൾ വീടിന് മുകളിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ അവനെ അനുനയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള ആളാണ്. അദ്ദേഹം തന്നെയല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ വാള് ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെ പോലീസിനു നേരെ അദ്ദേഹം മുഴക്കുന്നു എന്നാണ് അറിയുന്നത്. അനുനയ ശ്രമം തുടരുകയാണ്.
പരിക്കേറ്റ അച്ഛനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു.